ഇത്തവണ തെരഞ്ഞെടുപ്പിൽ KSRTC സൂപ്പർ താരം. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. പോന്നു ഫാനാണ്. അയ്യോ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 8 മണി വരെ കാണാറുണ്ട്. എവിടെ എന്റെ സ്ഥലം ചന്തമുക്കാണ്. ചന്തമുക്ക് ഇവിടെ ചന്തമുക്ക് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, ഗണതയമ്പലം ഇതൊക്കെ സെന്ററായിട്ട് വരും. മുസ്ലിം ജമാഅത്ത് ഇതിന്റെയൊക്കെ സെന്ററായിട്ട് വരും. ചേട്ടാ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. ഇനി യാത്രയ്ക്ക് ജോലിക്ക് പോകാനാണോ? ജോലിയിൽ ആവി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആയൊരു പാമ്പ് ഇറങ്ങിയതാ അല്ലേ? കണ്ടു നിൽക്കാം. അതല്ലേ. ഓക്കെ, സന്തോഷം. രാവിലെ TV ഒക്കെ കാണും. എന്ന് രാവിലെ 7 മണി മുതൽ ഈ പരിപാടി ഞാൻ കാണും. ഓക്കെ, താങ്ക് യു. അപ്പോ എന്താ നമ്മുടെ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചന? തെരഞ്ഞെടുപ്പിന്റെ സൂചന എന്ന് പറഞ്ഞാൽ ബാലഗോപാല് വൻപിച്ച പുരുഷോട് ജയിക്കും. ആണോ? തീർച്ചയായിട്ടും. ഐഷാപ്പിന് കാര്യമില്ല. 3 പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 3 പ്രാവശ്യം MLA, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, ഫ്ലവേഴ്സ് യൂണിയന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ഇനി അവർക്ക് നേടാനൊന്നുമില്ല. ഇത്രയും ഒരു പാർട്ടി ഇത്ര നേടണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടേക്കും. അവരൊന്നും അറിഞ്ഞില്ല. വക്കീൽ ഓഫീസ് നേരെ വിളിച്ചുകൊണ്ട് വന്നു. ജില്ലാ പഞ്ചായത്ത് മത്സരിപ്പിക്കുന്നു, ജയിക്കുന്നു, വീണ്ടും മത്സരിപ്പിക്കുന്നു, വീണ്ടും ജയിക്കുന്നു. അവര് ജനങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുമല്ലയോ? അത് ശരിയാ. അറിയാമെന്നാണ്. തീർച്ചയായിട്ടും കൊട്ടാരക്കരക്കാർക്ക് കണ്ടോ TV പ്രസാദ്. ഇത് മാത്രമല്ല, ഐഷ പോറ്റിയുടെ ജീവചരിത്രം ഒരു നിമിഷം കൊണ്ടൊക്കെ പറഞ്ഞു. അത് തന്നെയാണ്. അതായത് ഇത്രയും കാര്യങ്ങൾ നേടിയിട്ടും പെട്ടെന്ന് എന്തിനാണ് ഒരു സീറ്റ് കിട്ടാത്തപ്പോൾ എന്തിനാണ് പോയത് എന്ന ചോദ്യം. അതായത് ഐഷ പോറ്റിക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞാലേ ഇവിടെ നിന്ന് കയറിപ്പോകും. അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ വലിയ UDF തരം കൊണ്ടാണ്. നമസ്കാരം അമ്മ. ഇത് എങ്ങോട്ടാ രാവിലെ? മോനെ ഒരു ജീവിതമാണ്, അതുകൊണ്ട് വിൽക്കാൻ നടക്കുക. ഒരു ദിവസം എത്ര ലോട്ടറി വിൽക്കും? ഇത് 60, 30, 90 ടിക്കറ്റൊക്കെ വിൽക്കും. ഒരു ടിക്കറ്റ് വിറ്റ എത്ര പൈസ കിട്ടും? എനിക്ക് സുഖമായിട്ട് അറിഞ്ഞുകൂടാ മോനെ. ഇതിന് പ്രൈസ് കിട്ടിയാ പൈസ കിട്ടും. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇന്നേവരെ? കിട്ടിയിട്ടുണ്ട്. 3-4 വർഷം കൊണ്ടേ ഞാനിത് വെക്കുന്നു. കിട്ടിയിട്ടുണ്ട്. എത്ര വയസ്സായി ഇപ്പം? 82 വയസ്സായി. 82 വയസ്സായിട്ടോ? എന്റെ അടുത്ത് 10 രൂപയ്ക്കോ ഒരു ചായക്കോ 2 മക്കളുണ്ട്. 2 മക്കൾക്കും വേണ്ടാത്ത ഒരമ്മയാണ് ഞാൻ. എവിടെ താമസിക്കുന്നത്? ഒരു വാടക വീട്ടിലാ. 4000 രൂപ കൊടുത്തൊരു വാടക വീട്ടിലോ. ഒറ്റയ്ക്ക് ആരും വീട് തരത്തില്ലായിരുന്നു. ഇത്രയും പ്രായമുള്ളതുകൊണ്ട്. 2 മക്കളുണ്ടോ? 2 പേരുണ്ട്. ഒരു മോന്റെ പേര് 6 സെന്റ് തറയും സ്വന്തം പേരിലൊരു വീടും കിടപ്പുണ്ട്. അവിടെയും ചെല്ലുന്ന അവർക്ക് ഇഷ്ടമല്ല. അതെന്താ അവിടെ ചെന്നാ പ്രശ്നം? അവിടെ ചെല്ലാനൊക്കത്തില്ലെന്നാ പറയുന്നത്. പഴക്കാവും. എന്തിനാ ഇഷ്ടമില്ല. നല്ല ഐശ്വര്യമുള്ള അമ്മ വീട്ടിന്റെ മുറ്റത്ത് വീട്ടിന്റെ എന്റെ സ്വന്തം 2ാം കക്ഷിയാ മോനെ. മരണശേഷം കഴിഞ്ഞെങ്കിലേ ഉള്ളൂ. വഴക്ക് വേണ്ട, അവരങ്ങ് ജീവിച്ചോട്ടെ. കരയണ്ട, അതൊക്കെ മാറും. ആരാ? മോന്റെ ഭാര്യയാണോ പ്രശ്നം? ഭാര്യയും മോനും അത് തന്നെ ആണല്ലേ? ആണ്. ഇത് നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങളൊക്കെ ശരിയാവും കേട്ടോ. കമ്പനി പോന്നേ മോനെ. പെൻഷൻ ഉണ്ട്. പിന്നെ പെൻഷൻ ഉണ്ട്. 4000 രൂപ വാടക വീട്ടിലാ. പുല്ലാമല ഒരു വീട്. 2000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ടോ? അത് 2000 അല്ല, കമ്പനി ഉണ്ടായതുകൊണ്ട്. കമ്പനി ഉള്ളതുകൊണ്ട് കമ്പനിയുടെ പെൻഷൻ കിട്ടുന്നു അല്ലേ? പക്ഷെ 82ാമത്തെ വയസ്സിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. നമസ്കാരം ചേട്ടാ. രാവിലെ എങ്ങോട്ടാണ്? പള്ളിയിൽ പോകുന്നുണ്ട് രാവിലെ. ഇന്നിപ്പോ ദുഃഖവെള്ളിയാണല്ലോ അല്ലേ? ഏത് പള്ളിയിലാണ്? എവിടെ? മരുതുമൂലം പള്ളിയിൽ. ഓക്കെ, എന്ത് ചെയ്യുന്നു? പെയിന്റിംഗ് ആണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഇവിടെ കൊട്ടാരക്കരയാണോ അതോ പുനലൂരാണോ? കൊട്ടാരക്കര. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച്? തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട്? ആണോ? സർക്കാർ മാറണമെന്നൊരു അഭിപ്രായമുണ്ടോ? മാറണമെന്നാണ് തോന്നുന്നത്. മാറുമായിരിക്കും. മാറണം. 10 വർഷമായി അല്ലേ? ഒരു മടുപ്പ് വന്നിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? ഇവിടെ കൊട്ടാരക്കരയിൽ ആര് ജയിക്കാനാ സാധ്യത? കൊട്ടാരക്കരയിൽ ആര് ജയിക്കാനാ സാധ്യത? ജയിക്കാൻ ഐഷ പോറ്റിയാണെന്ന് എനിക്കൊരു ഉണ്ട്. ഒരു സംശയമുണ്ട്. അട്ടിമറിച്ചേക്കാം. ഓക്കെ, ആ അഭിപ്രായമുണ്ട്. അപ്പം സർക്കാർ മാറണമെന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗമുണ്ട്. 10 വർഷം എന്ന പ്രശ്നമുണ്ട്.